ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന നാടൻ വിഭവമായ സുഗിയൻ ചെയ്യാം. ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ചെറുപയറാണ് എടുത്തിരുന്നത്. അത് നല്ലപോലെ കുതിർത്തിയിരുന്നു. ഒരു 6 മണിക്കൂറോളം കുതിർത്തിയ ശേഷം കുക്കറിലാണ് വേവിച്ചെടുത്തത്. അത് വേവിക്കുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പയറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അധികം വെള്ളമില്ലാതെ ഇതുപോലെ വേറിട്ട് വരുന്നത് പോലെ നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാം. പയറിനനുസരിച്ചുള്ള ശർക്കര നിങ്ങൾ എടുക്കണം. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ശർക്കര അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവ് ഓഫാക്കാം. ചെറുപയർ ഇതുപോലെ നല്ല വെന്തിട്ടുണ്ട്, എന്നാൽ വേർവിട്ട് നിൽക്കുകയും വേണം. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അതിനായി ഒരു കടായിലേക്ക് ഈ ചെറുപയർ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്നതായ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായും ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉരുക്കിയ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചിരകി വെച്ച ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചത് 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അത് നമുക്ക് ബൗൾ പിടിക്കുന്ന രീതിയിലേക്ക്, ബൗൾസ് പിടിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് വരണം. നമുക്കത് സ്റ്റൗവിൽ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതിനുള്ള മാവ് ബാറ്റർ തയ്യാറാക്കാം. ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് കട്ടയില്ലാതെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇത് ഒരുവിധം കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി തന്നെയാണ്. പത്തിരിക്കൊക്കെയുള്ള, ഇടിയപ്പത്തിനുള്ള അരിപ്പൊടിയാണ്. ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കട്ടയില്ലാതെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവിനേക്കാൾ ഒരല്പം ലൂസായാൽ മതി ബാറ്റർ. പയർ ഏകദേശമൊക്കെ വറ്റി പാകമാവാനായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് നല്ല പോലെ തണുക്കാൻ വയ്ക്കാം. നമുക്ക് ബോൾസ് പിടിക്കണമല്ലോ. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ചെറിയ ബോൾസുകളാക്കി മാറ്റാം. നമ്മുടെ വലിപ്പത്തിന് നമുക്ക് എത്രയാണോ അതിൻ്റെ സൈസ് ആവശ്യം, വലുതോ ചെറുതോ, അതിനനുസരിച്ച് നമുക്ക് അത് ഉരുളകളാക്കി മാറ്റാം. ഇത് മുഴുവനും ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബോൾസായിട്ട് ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വലിയ ചീനച്ചട്ടിയായ കാരണം കുറച്ചധികം എണ്ണം ഇടാൻ പറ്റും. ഞാനൊരു 6 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചീനച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ കുറച്ച് മുകളിൽ പൊങ്ങി നിൽക്കുന്നത് പോലെ എണ്ണ വേണം. ഇത് ഒരുപാട് എണ്ണയിലിങ്ങനെ കിടന്ന് ഇതാവണമെന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ചെറുപയറൊക്കെ വെന്തതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ പുറമേയുള്ള മൈദമാവ് മാത്രം തന്നെയാണ് വെന്ത് വരേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റുകയും ചെയ്യാം. ആയിട്ടുണ്ട്. നമുക്കിതിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്വാദിഷ്ടമായ സുഗിയൻ തയ്യാറായി.